മിശിഹായില് ഏറ്റവും സ്നേഹമുള്ളവരെ, വളരെയേറെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ആന്തരിക സൗഖ്യം എന്ന വിഷയം. പ്രിയമുള്ളവരെ, മനുഷ്യൻ എന്ന് പറയുന്നത് 3 തലങ്ങൾ ചേർന്നുള്ളതാണ്. ആത്മാവ്, മനസ്സ്, ശരീരം. ഇത് 3ഉം ചേർന്നുള്ളതാണ് നാം ഓരോരുത്തരും. ആത്മാവ്, മനസ്സ്, ശരീരം. ഇനി ഈ 3 തലങ്ങളിലും നമുക്ക് മുറിവുകൾ ഉണ്ടാകുന്നുണ്ട്. എപ്പോഴൊക്കെ നമ്മൾ പാപം ചെയ്യുമ്പോൾ അത് ആത്മാവിൽ മുറിവുണ്ടാവുകയാണ്. ഈ മുറിവിൽ നമുക്ക് സൗഖ്യം കിട്ടും. പാപത്തെയോർത്ത് അനുതപിച്ച് ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുമ്പോൾ യേശു നമ്മുടെ പാപത്തെ ഏറ്റെടുത്ത് തന്റെ ജീവരക്തം കൊണ്ട് നമ്മുടെ പാപത്തെ കഴുകി ആത്മാവിന്റെ മുറിവിൽ നമുക്ക് സൗഖ്യം തരുന്നു. ശരീരത്തിൽ നമുക്ക് മുറിവുണ്ടാകുന്നു നമ്മൾ രോഗികളായി തീരുമ്പോൾ. ഈ ശരീരത്തിലെ രോഗത്തിൽ കർത്താവ് നമുക്ക് സൗഖ്യം തരും. ഇതുപോലെ മനസ്സിലും നമുക്ക് മുറിവുണ്ടാകുന്നു. അതെങ്ങനെയെന്ന് തുടർന്നുള്ള ഓരോ നിമിഷവും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. ഈ 3 തലങ്ങളിലും നമുക്ക് സൗഖ്യം തരുന്നത് കർത്താവാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവ്, മനസ്സ്, ശരീരം, ഇത് 3ഉം ദൈവം നമ്മിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. 3 തലങ്ങളിൽ നമുക്ക് മുറിവേൽക്കുന്നു. 3 തലങ്ങളിലും സൗഖ്യം തരുന്നത് കർത്താവാണ്. ഇനി എന്താണ് മനസ്സ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാം. എന്താണ് മനസ്സെന്ന് ചോദിച്ചാൽ ഒരു വാചകത്തിൽ ഉത്തരം കൊടുക്കാം. അനേകം അനുഭവങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒരു കലവറയാണ് മനസ്സ്, അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജാണ് മനസ്സ്. സഹോദരങ്ങളെ, ഈ മനസ്സിന് 3 തട്ടുകളുണ്ടെന്നാണ് പറയുന്നത്. 3 തട്ടുകൾക്കും പേരുകളുണ്ട്. ഒന്ന് കോൺഷ്യസ് മൈൻഡ്, എഴുതി വെച്ചോ, ബോധ മനസ്സ്. കോൺഷ്യസ് മൈൻഡ്, ബോധ മനസ്സ്. ഈ തട്ടിൽ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ 10% തളം കെട്ടിക്കിടക്കുന്നു. ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. എനിക്ക് എത്ര വയസ്സായി? ഞാൻ ജനിച്ച നാൾ മുതൽ ഈ നിമിഷം വരെ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും എൻ്റെ ഓർമ്മയിലുണ്ടോ? ഇല്ല. വെറും 10%. സഹോദരങ്ങളെ, ഈ മേഖലയിൽ ഈ തട്ടിലുള്ള മുറിവുകള് ഒരു മനഃശാസ്ത്രജ്ഞനോട് പോയി പങ്കുവെച്ചാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് നമ്മെ രക്ഷിക്കുവാൻ കഴിഞ്ഞേക്കും. അദ്ദേഹത്തിന് രക്ഷിക്കാൻ കഴിയും. ഇനി 2ാമത്തെ തട്ട് സബ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ്. ഉപബോധ മനസ്സ്. ഈ തട്ടില് ഇന്ന് വരെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളിൽ 40% തളം കെട്ടിക്കിടക്കുന്നു. 40%. ഇതിന്റെ പ്രത്യേകത എന്താ? ഇടയ്ക്ക് ഓർമ്മയിൽ വരും, വീണ്ടും അപ്രത്യക്ഷമാകും, വീണ്ടും ഓർമ്മയിൽ വരും, വീണ്ടും അപ്രത്യക്ഷമാകും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ശ്രമിച്ചാൽ വേണമെങ്കിൽ എൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതുപോലെ തന്നെ മാഞ്ഞു പോവുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു 10 മിനിറ്റ് ഞാൻ നിങ്ങളോട് ചുമ്മാ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാൻ പറഞ്ഞ നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ ചില വേദനിപ്പിച്ച അനുഭവങ്ങൾ ഇങ്ങനെ നിങ്ങൾ ചകഞ്ഞെടുത്ത് അതിങ്ങനെ ആലോചിച്ചിരിക്കും. ഇതാണ് ഉപബോധ മനസ്സ്. ശ്രമിച്ചാൽ വേണമെങ്കിൽ ഓർമ്മയിൽ കൊണ്ടുവരാം, അതുപോലെ അപ്രത്യക്ഷമാകും. 3 അൺകോൺഷ്യസ് മൈൻഡ്, അബോധ മനസ്സ്. ഈ തട്ടിലെ ജീവിതത്തിലുണ്ടായുള്ള അനുഭവങ്ങളിൽ നേർപകുതി 50% തളം കെട്ടിക്കിടക്കുകയാണ്. ഇതിന്റെ പ്രത്യേകത, ഒരിക്കലും ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, ഒരിക്കലും ഓർമ്മയിൽ വരില്ല. അതുകൊണ്ട് ഈ തട്ടിന് മനഃശാസ്ത്രജ്ഞന്മാര് കൊടുക്കുന്ന പേര് ഓർമ്മകളുടെ ശവപ്പറമ്പ് എന്നാണ്. ഒരിക്കലും ഓർമ്മയിൽ കൊണ്ടുവരാൻ പറ്റില്ല. ശ്രദ്ധിച്ചോ. ബോധ മനസ്സിലുള്ളത് ഒരു മനഃശാസ്ത്രനോട് പോയി പങ്കുവെച്ചാൽ നമ്മെ രക്ഷിക്കാൻ കഴിഞ്ഞേക്കും. ഉപബോധ മനസ്സിലുള്ളത്
ഒരു മനഃശാസ്ത്രനോട് പോയി പറഞ്ഞാൽ കുറെയൊക്കെ അദ്ദേഹത്തിന് രക്ഷിക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ അബോധ മനസ്സിൽ കിടക്കുന്നത് ഒരു മനഃശാസ്ത്രജ്ഞനോട് പോയി പറയാൻ നോക്കിയാൽ നമ്മുടെ ഓർമ്മയിലില്ല, നമ്മെ രക്ഷിക്കാൻ മനഃശാസ്ത്രജ്ഞന് കഴിയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ മനസ്സ്. വേദനിപ്പിച്ചതും നല്ലതും കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥ. സഹോദരങ്ങളെ, മനസ്സിന്റെ മുറിവുകളിലേക്ക് നമുക്ക് കിടക്കാം. ഇനി ഞാൻ പറയുന്ന ഓരോ പോയിന്റും ക്ലാസ്സിലെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഒന്നാമത്തെ മുറിവ് വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. എഴുതി വെക്കുക: നിഷേധാത്മകമായ വികാരങ്ങൾ. മനുഷ്യന്റെ മനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുറിവാണ് നിഷേധാത്മകമായ വികാരങ്ങൾ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നന്മ ചെയ്യുവാൻ തടസ്സമായി എന്നിലുള്ള വികാരങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യത്തില് ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രോബ്ലം ഇത് തന്നെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് കാരണം ഇതിൽ ചില നിഷേധാത്മകമായി വികാരങ്ങൾ, എൻ്റെ മനസ്സിൽ ചില നിഷേധാത്മകമായി വികാരങ്ങൾ കിടപ്പുണ്ട്. പ്രിയമുള്ളവരെ, ആ വികാരങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഒരു സത്യം മനസ്സിലാക്കിക്കോ, ഇന്ന് നമ്മുടെ ശരീരത്തിലെ 65% രോഗങ്ങൾക്ക് കാരണം ഈ നിഷേധാത്മകമായ വികാരങ്ങളിലൂടെ കടന്നു വന്നതാണെന്നാണ് പറയുന്നത്. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ 65% രോഗങ്ങൾക്ക് കാരണം ഈ നിഷേധാത്മകമായ വികാരങ്ങൾ നമ്മൾ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ സൗഖ്യം പ്രാപിക്കണം. ഏതൊക്കെയാണത്? എഴുതി വെക്കുക. ഒന്ന്, അപകർഷത. അപകർഷത. ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന ചിന്ത. ഇത് മനുഷ്യനെ അലട്ടുന്ന വലിയൊരു പ്രോബ്ലമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മെ കുറിച്ച് പോസിറ്റീവായി ചിന്തിക്കുക. യുവജനതയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ചിന്ത അത് ഇപ്രകാരമാണ്: ഐ തിങ്ക് ഐ ക്യാൻ. ഐ തിങ്ക് ഐ ക്യാൻ. ഞാൻ ചിന്തിക്കുന്നു എനിക്കിതിന് സാധിക്കും. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറയും. പ്രൈസ് ദി ലോർഡ്. ഈ ചിന്ത നിങ്ങളെ ഭരിക്കുന്നുവെങ്കിൽ അനുരക്ഷം പറയും, തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയം കണ്ടെത്തി കഴിഞ്ഞു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യുവാക്കളെ, യുവതികളെ, നിങ്ങൾ ശക്തരാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഒന്നിനും കൊള്ളില്ലാത്ത ഡൂക്ലീസ് ഒന്നല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ശക്തരാ. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദിയും സ്തുതിയും പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ നമ്മെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കണം. നമ്മെക്കുറിച്ച് നന്നായി ചിന്തിക്കണം. ഞാൻ ചിന്തിക്കുന്നു എനിക്കിത് സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപകർഷതയാണെങ്കിൽ നമുക്ക് നന്മകൾ ചെയ്യാൻ സാധിക്കാതെ പോകും. 2, അമിതമായ ലജ്ജ, നാണം. എഴുതിയിരിക്കാം. രണ്ടാമത്തെ നിഷേധാത്മകമായ വികാരം അമിതമായ ലജ്ജ, നാണം. നമ്മൾ പറയില്ലേ, അവനൊരു നാണം കുടുങ്ങിയ, അവളൊരു നാണം കുടുങ്ങിയ. കണ്ടില്ലേ? മണക്കുസ്, മന്ന. നമ്മൾ പറയണ വാക്കുകളാ. ഈ നാണം കുടുങ്ങിയാൽ നന്മ ചെയ്തു അവർക്ക് ഒത്തിരി നന്മകൾ ചെയ്യാൻ സാധിക്കാതെ പോവുക. അവരെന്താ പറയാ? ഞാൻ പറഞ്ഞത് ശരിയല്ല, ഞാൻ ചെയ്തത് ശരിയ, കണ്ടോ? അവരിലേക്ക് തന്നെ ഇങ്ങനെ ഒതുങ്ങിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തെ നിഷേധാത്മകമായ വികാരം കുറ്റബോധം. കുറ്റബോധം. സഹോദരങ്ങളെ, ഈ അടുത്ത നാള് 3 ആഴ്ച ഒരമ്മ മകളെയും കൊണ്ട് ഇവിടെ തുടർച്ചയായിട്ട് ധ്യാനിച്ചു. ധ്യാനിച്ചന് വരാൻ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു. അവൾക്ക് തെറ്റായ ഒരു സ്നേഹബന്ധം.
ഈ സ്നേഹബന്ധമാണെങ്കിൽ ഈ വീടുമായിട്ട് ഇവരുമായിട്ട് 1% പോലും ചേരാത്ത ഒരു വ്യക്തിയായിട്ട്, മറ്റു മതത്തിൽപ്പെട്ട ഒരു വ്യക്തി, അങ്ങേയറ്റം താഴേക്കര സമുദായത്തിൽപ്പെട്ടത്, അങ്ങേയറ്റം പാവപ്പെട്ട കുടുംബം, ഇവരാണെങ്കിൽ കോടീശ്വര കുടുംബം, വിദ്യാഭ്യാസമില്ല, ഇവനാണെങ്കിൽ നാട്ടില് അങ്ങേയറ്റം തല്ലിപ്പൊളി, ഇവന്റെ പേരിൽ പല പോലീസ് സ്റ്റേഷനുകളിലും പരാതികളുണ്ട്, പോലീസ് ഇവനെ തെരഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനൊരു ചെറുപ്പക്കാരനുമായുള്ള പൊരിഞ്ഞ പ്രേമം ഇത് മാതാപിതാക്കൾ അറിഞ്ഞു. അവര് പറഞ്ഞു, ഇത് നിനക്ക് ചേരില്ല, ഒരു കാരണവശാലും ഇത് ഞങ്ങൾ നടത്തി തരില്ല. പെങ്കൊച്ചിനാണെങ്കിൽ അങ്ങേയറ്റം പൊരിഞ്ഞ പ്രേമം. ശരി, പെങ്കൊച്ച് അവസാനം പരിഹാരമാർഗം കണ്ടെത്തി ആത്മഹത്യ ചെയ്തേക്കാം. ഇവിടെ ഒരു ദിവസം ഇവള് ബെഡ്റൂമിൽ കയറിയിട്ട് അമ്മയുടെ സാരി എടുത്ത് കഴുത്തിൽ കെട്ടി ഫാനയിൽ തൂങ്ങി. എങ്ങനെയോ അമ്മ പെട്ടെന്ന് ആ മുറിയിലേക്ക് ചെന്നപ്പോൾ ഇവളിങ്ങനെ തൂങ്ങുന്നതാണ് കണ്ടത്. ഉടനെ അമ്മ അവളെ പൊക്കിപ്പിടിച്ചു രക്ഷിച്ചു. ഇവിടെ വരുമ്പോൾ ഈ തൂങ്ങിയതിന്റെ പാടൊക്കെ കഴുത്തിലുണ്ടായിരുന്നു. സഹോദരങ്ങളെ, അവളുടെ തെറ്റ് അവൾ മനസ്സിലാക്കി. അവൾ ഇവിടുന്ന് പോയപ്പോൾ അവൾ ആ തെറ്റായ സ്നേഹബന്ധത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടാണ് പോയത്. എന്നാൽ 3 മാസം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി വീണ്ടും ഇവിടെ ധ്യാനത്തിന് വന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ അവൾ വന്നത് ആന്തരിക സൗഖ്യ ധ്യാനത്തിനാണ്. ഉള്ളവരെ, അവൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തൊരു കാര്യം, അച്ചു 3 ആഴ്ച ധ്യാനിച്ച് എൻ്റെ തെറ്റായ സ്നേഹബന്ധത്തെ ഉപേക്ഷിച്ച് ഞാൻ ഇവിടുന്ന് പോയതാണ്. എന്നാൽ ഇപ്പോൾ എന്നെ ഏറ്റവും അലട്ടുന്നത് കുറ്റബോധമാണ്. അച്ചു, ദൈവം തന്ന ജീവനെ ഞാൻ നശിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു പാപമാണ്. അച്ചു, ദൈവം തന്ന ജീവനെ നശിപ്പിക്കാൻ ശ്രമിച്ച എന്നോട് ദൈവം ക്ഷമിക്കൂ. കണ്ടു അവളുടെ കുറ്റബോധം. ഒരു ദുർബല നിമിഷത്തിൽ അവൾ അവളുടെ ജീവനെ നശിപ്പിക്കാൻ ശ്രമിച്ചു. അവൾ ആത്മഹത്യ ചെയ്യാൻ നോക്കുക. ആ പ്രവൃത്തി അവളെ കുറ്റബോധത്തിലേക്ക് നയിച്ചു. ആ കുറ്റബോധത്തിൽ അവൾ വീണ്ടും സൗഖ്യം കിട്ടാൻ വേണ്ടി ആന്തരിക സൗഖ്യ ധ്യാനത്തിന് വന്നത്. ഞാൻ ആ കൊച്ചിന് പറഞ്ഞു കൊടുത്ത 1-2 വചനങ്ങൾ. ഒന്ന്, ഏശയ്യ 43:25. ഏശയ്യ 43:25. നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന കർത്താവ് ഞാൻ തന്നെ, നീ ഓർമ്മിപ്പിക്കുക. ദൈവം പറയുക, നീ എത്ര വലിയ തെറ്റ് ചെയ്ത വ്യക്തിയാകട്ടെ, നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന കർത്താവ് ഞാനാ, നീ ഓർമ്മിപ്പിക്കുക. വീണ്ടും പറഞ്ഞു കൊടുത്തു ഏശയ്യ 57:17 വചനം. ഏശയ്യ 57:17. എന്നിട്ടും അവൻ തന്നിഷ്ടം കാട്ടി പിഴച്ച വഴികൾ തുറന്നു. ഞാൻ അവന്റെ വഴികൾ കണ്ടു, എങ്കിലും ഞാൻ അവനെ സുഖപ്പെടുത്തും, ഞാൻ അവനെ ആശ്വസിപ്പിക്കും. എന്നിട്ടും അവൻ തന്നിഷ്ടം കാട്ടി പിഴച്ച വഴികൾ തുറന്നു. ഞാൻ അവന്റെ വഴികൾ കണ്ടു, എങ്കിലും ഞാൻ അവനെ സുഖപ്പെടുത്തും. ഹല്ലേലൂയ. അവനെ കൊണ്ടുപോയി ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. മോളെ, അവൻ തന്നിഷ്ടം കാട്ടി പിഴച്ച വഴിയുടെ പോയി, എങ്കിലും അവനെ കർത്താവ് ആശ്വസിപ്പിക്കും. നീ ചെയ്തു തെറ്റ, നീ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, നീ ജീവൻ നശിപ്പിക്കാൻ നോക്കി, നീ നിന്റെ തെറ്റ് കർത്താവിനെ ഏറ്റു പറഞ്ഞ് കുമ്പസാരിച്ചു, നീ പാപക്ഷമ സ്വന്തമാക്കി. ഇനി ദൈവം നിന്നോട് പറയുന്ന വാക്ക് ഏശയ്യ 43:18. ഏശയ്യ 43:18. കഴിഞ്ഞ കാര്യങ്ങൾ ഇനി നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യെശയ്യ 43:18. കഴിഞ്ഞ കാര്യങ്ങൾ ഇനി നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. മോളെ, നിന്റെ ജീവിതത്തില് നീ ആത്മഹത്യാ ശ്രമം നടത്തി. ദൈവം പറയാൻ, ഇനി നീ ചെയ്ത തെറ്റ് നീ അതിനെ ഓർക്കണ്ട, പരിഗണിക്കണ്ട, ചിന്തിക്കണ്ട. കാരണം ഞാൻ നിന്നോട് ക്ഷമിച്ചു. വീണ്ടും ഹെബ്രായർ 8:12 പറഞ്ഞു കൊടുത്തു.
ഹെബ്രായർ 8:12 അവരുടെ അനീതികൾക്ക് നേരെ ഞാൻ കരുണയുള്ളവനായിരിക്കും, ഇനി ഒരിക്കലും അവരുടെ പാപത്തെ ഞാൻ ഓർക്കുകയില്ല. ഹല്ലേലൂയ. ഇനി ഒരിക്കലും നിന്റെ പാപത്തെ ഞാൻ ഓർക്കില്ല. ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, മോളെ, ഈ ലോകത്ത് മനുഷ്യൻ ചെയ്ത പാപത്തിന് മനുഷ്യന് പാപക്ഷമ കൊടുത്ത് ഇനി ഒരിക്കലും നിന്റെ പാപത്തെ ഓർക്കുകയില്ല എന്ന് ഈ ലോകത്തെ നോക്കി വിളിച്ചു പറഞ്ഞ ഏക വ്യക്തി അത് യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവ് നിന്നോട് പറയുന്നു, ആത്മഹത്യാശ്രമം നടത്തിയ നിന്നോട് കർത്താവ് പറയുന്നു, ഇനി നിന്റെ പാപത്തെ ഞാൻ ഓർക്കില്ല. ഹല്ലേലൂയ. സഹോദരങ്ങളെ, അവൾക്കത് വലിയ ആശ്വാസമാണ്. ഈ ധ്യാന മന്ദിരത്തിൽ നിന്ന് അവൾ പോയത് പിള്ളേരെ പൂർണ്ണമായിട്ട് മനസ്സിൽ സന്തോഷം കിട്ടി, സൗഖ്യം കിട്ടിയിട്ട്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 സഹോദരങ്ങളെ, ഇന്നലെ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും ചെയ്ത പാപത്തിന് പാപക്ഷമ കിട്ടി ആത്മാവിൽ സൗഖ്യം കിട്ടിയവരാണെങ്കിൽ വിളിക്കുന്ന ഒരു വ്യക്തിയും, യുവതി യുവാക്കളെ, നിങ്ങൾ ഇന്നലെ വരെ നിങ്ങൾ ചെയ്ത പാപത്തെ ഓർത്ത് ഇനി നിങ്ങൾ കരയണ്ട. കൈയടിച്ച് കർത്താവിന് നന്ദി സ്തുതിയും പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതോർത്ത് ഇനി നിങ്ങൾ ദുഃഖിക്കണ്ട. ഹല്ലേലൂയ. അത് ചിന്തിക്കണ്ട. ഹല്ലേലൂയ. 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 കരം യക്ഷി കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞാൻ ചെയ്ത സകല പാപത്തിനും പാപക്ഷമ നൽകി എന്നെ അനുഗ്രഹിച്ച നല്ല ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. 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 രണ്ട് കരം ഉയർത്തി സ്തുതിച്ചോ. ഹല്ലേലൂയ. 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 അഭിഷേകം ഒഴുകട്ടെ. അഭിഷേകം ഒഴുകട്ടെ. ഹല്ലേലൂയ. 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 ഒഴുകട്ടെ. ഹല്ലേലൂയ. 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 എല്ലാവരും ഹല്ലേലൂയ. 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 ഹല 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 ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, മനുഷ്യന്റെ പാപത്തെ എണ്ണുന്നു, ദൈവം മനുഷ്യന്റെ പാപത്തെ എണ്ണുന്നില്ല. മനുഷ്യൻ അനുദപിച്ചു കഴിഞ്ഞാൽ. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, ആ ധൂർത്തപുത്രന്റെ ഉപമയില് ധൂർത്തപുത്രൻ അനുദപിച്ചവന്, ചെയ്ത പാപത്തോർത്ത് പശ്ചാത്തപിച്ച വ്യക്തിയാ, പിതാവിന്റെ പക്കല് ഏറ്റുപറയാമെന്ന വ്യക്തിയാ, അവൻ ഏറ്റുപറയുന്നു. എന്നാൽ അവന്റെ ചേട്ടൻ അവൻ ചെയ്ത പാപത്തെ എണ്ണി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ധൂർത്തപുത്രൻ അനുദപിച്ച് പിതാവിന്റെ അടുക്കിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആ പിതാവ് ഇതാ പാപത്തിലൂടെ മരിച്ച ആ മകനെ കെട്ടിയതില്, തിരിച്ചു കെട്ടിയതില് സന്തോഷിക്കുന്നതിന്റെ ഭാഗമായി വലിയൊരു സദ്യ നടത്തുകയാണ്. അവന് മോതിരം ഇടിക്കുന്നു, ചെരിപ്പണിയിക്കുന്നു, നല്ല വസ്ത്രം ധരിപ്പിക്കുന്നു, നല്ല സദ്യ ഒരുക്കുന്നു. ഈ സമയത്ത് ചേട്ടൻ വയലില്ല. ചേട്ടൻ തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ ഭയങ്കര പാട്ടും ബഹളമൊക്കെയാണ്. ഇവരെ മുൻവശത്തുള്ള ആ സ്റ്റെപ്പിലൂടെ വീട്ടിലേക്ക് കയറാതെ പിന്നാമ്പുറത്തേക്ക് പോയി പിൻഭാഗത്തേക്ക് ചെന്ന് വേലക്കാരനെ വിളിച്ച് ചോദിച്ചു, ഇന്നെന്താ ഇത്ര വലിയ ഒച്ചമകളും പാട്ടും കൂത്തൊക്കെ ഇവിടെ ഉണ്ടല്ലോ, നൃത്തമൊക്കെ ഉണ്ടല്ലോ. അവൻ പറഞ്ഞു, നിന്റെ സഹോദരൻ ഇതാ തിരിച്ചു വന്നിരിക്കുന്നു, നിന്റെ അപ്പൻ അവനെ തിരിച്ചു കിട്ടിയതിൽ സന്തോഷിക്കുന്നു, കൊഴുത്ത കാളക്കുട്ടിയെ കൊല്ലുന്നു. പ്രൈസ് ദി ലോർഡ്. ഉടനെ അവന്റെ അപ്പൻ
ഇവൻ ഉള്ളിലേക്ക് കയറാതെ ഇറങ്ങിയപ്പോൾ അപ്പൻ പുറത്തേക്ക് ഇറങ്ങി വരിക. അപ്പോൾ ഈ ചേട്ടൻ അനുജൻ ചെയ്ത പാപത്തെ എണ്ണിക്കൊണ്ട് പറയുക, നോക്ക്, വേശ്യകളോടൊത്ത് ജീവിച്ചവൻ, പണം ദൂർത്തടിച്ചവൻ, പാപത്തെ മുഴുകി ജീവിച്ചവൻ, അവൻ തിരിച്ചു വന്നപ്പോൾ അവനെ നീ കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് സദ്യ നടത്തി സ്വീകരിക്കുന്നു. എന്റെ കൂട്ടുകാരോടൊത്ത് സന്തോഷിക്കാൻ ഒരാട്ടിൻകുട്ടിയെ പോലും കൊല്ലാൻ നീ എനിക്ക് തന്നോ? കണ്ടോ? അനുജൻ ചെയ്ത പാപത്തെ എണ്ണി എണ്ണി പിതാവിന്റെ അടുക്കല് ചോദിക്കുന്ന ഒരു സഹോദരൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, നമ്മൾ ചെയ്ത പാപത്തെ മനുഷ്യൻ എണ്ണുമായിരിക്കും, എന്നാൽ ഇന്നലെ വരെ നിങ്ങൾ ചെയ്ത പാപത്തെ ഇനി ദൈവം എണ്ണുകയില്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറ. പ്രൈസ് ദി ലോർഡ്. നീ എത്ര വലിയ പാപം ചെയ്ത വ്യക്തിയാകട്ടെ, ദൈവം അറിയാം, ഇനി ഞാനതെണ്ണില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ കുറ്റബോധം നമ്മെ ഭരിക്കുന്നുവെങ്കിൽ ഒത്തിരി നന്മകൾ നമുക്ക് ചെയ്യാൻ സാധിക്കാതെ പോവുകയാണ്. നാലാമത്തെ നിഷേധാത്മകമായ വികാരം എഴുതി വെക്കുക, സംശയം. സംശയം. ഇന്ന് സംശയം നമുക്ക് സംശയമാണ്. ചിലർക്ക് എല്ലാം സംശയമാണ്. ചിലർ സംശയം ഇങ്ങനെ വളർന്നു വന്ന് മരുന്ന് കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുക. എല്ലാം സംശയം. കിടന്നാൽ തന്നെ 10 പ്രാവശ്യങ്ങൾ രാത്രി എഴുന്നേറ്റ് ചിലർ വാതിൽ തപ്പി നോക്കും, കുറ്റിയിട്ടോ കുറ്റിയിട്ടോ കുറ്റിയിട്ടോ. ഒരു ഉറക്ക കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോഴും ഇടങ്ങിട്ട് എഴുന്നേറ്റിട്ട് തുറക്കുന്നിട്ട് എഴുന്നേറ്റിട്ട് സാക്ഷിട്ടോ കുറ്റിയിട്ടോ വീണ്ടും പോയി തപ്പും. ഇല്ലേ? ചിലരൊക്കെ ബാത്റൂമിൽ കയറി കഴിഞ്ഞ് കുളി കഴിഞ്ഞാൽ പിന്നെ തോർത്ത് ആ കുളിച്ചിട്ട് തോർത്താൻ ഉപയോഗിച്ച ആ മുണ്ട് ഒരു 10 പ്രാവശ്യം കഴുകും. ചിലരൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് വാഷി ടബിന് അടിച്ചെന്ന് കൈ കഴുകിയിട്ട് ഇങ്ങനെ കൈ കഴുകൽ ശുശ്രൂഷ കഴിയുന്നില്ല, ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുക. ചിലവര് സംശയം കഴുകും, വീണ്ടും കഴുകും, വീണ്ടും കഴുകും. അവിടെ ഇരിക്കുന്ന വാഷിംഗ് ലോഷൻ തീരുന്നതല്ലാതെ കൈ കഴുകൽ നിൽക്കുന്നില്ല. സംശയം. നന്മ ചെയ്യാൻ പറ്റില്ല. ചിലര് കൗൺസിലിംഗ് എന്ന് പറയുന്നത്, എൻ്റെ അച്ഛ എത്ര കൈ കഴുകിയാലും ശരിയാകില്ല. ശരിയാകുകയില്ല. ഈ സംശയം എന്നുള്ള ആ നിഷേധാത്മകമായ വികാരം ഈ വ്യക്തിയുടെ ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം ആ വ്യക്തി ശരിയാവാൻ പോകുന്നില്ല, നന്മ ചെയ്യില്ല. മറ്റൊന്ന് എഴുതി വെച്ചോ, ആകുലത, ഉത്കണ്ഠ. ആകുലത, ഉത്കണ്ഠ. 5ാമത്തെ നിഷേധാത്മകമായ വികാരം എന്ന് പറഞ്ഞാൽ എന്താ? നാളെയെക്കുറിച്ചുള്ള ആകുലത, ഉത്കണ്ഠ. നാളെ എന്താകും, നാളെ എന്താകും, നാളെ എന്താകും, നാളെ എന്താകും. എന്താകാനാ? ആകാനുള്ളത് അങ്ങോട്ടാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങളുടെ സഭയിൽ ഒരു വല്യച്ഛൻ പറഞ്ഞു കേട്ടേക്കണ ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം. വല്യച്ഛൻ ഒരിക്കൽ പറഞ്ഞ ഉദാഹരണം, 14 വയസ്സുള്ള പെങ്കൊച്ച അത് രാവിലെ എഴുന്നേറ്റ് മുറ്റടിക്കുക. നല്ല പെങ്കൊച്ച. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് പിന്നെ മുറ്റടിയില്ല. അത് നല്ലൊരു കാര്യം കേട്ടോ. ഇപ്പൊ സേവനവാരം പോലെ വല്ലപ്പോഴേക്കേ ഉള്ളൂ മുറ്റടി. എന്ത് വേണ്ട എൻ്റെ പൊന്നു കുഞ്ഞനുജത്തിമാരെ, അത് രാവിലെ എഴുന്നേറ്റ് കുരിഞ്ഞു നിന്ന് ആ മുറ്റക്കടിച്ച പല ശരീരത്തിലെ രോഗങ്ങളും വിട്ടുപോകും. എന്തേ കൈയടിച്ചൊന്ന് നന്ദി പറയാത്ത? നല്ലൊരു കാര്യമല്ലേ പറഞ്ഞത്? ഒരുത്തിരുന്ന് കാണിക്കാം. നല്ല കാര്യം പറഞ്ഞിട്ട്. പണ്ടത്തെ അമ്മമാർക്കൊന്നും നടുവേദന ഒന്നുമില്ല. ഇപ്പൊ ഒക്കത്തിനും നടുവായിട്ട് ഇങ്ങനെ നടക്കുക പെണ്ണുങ്ങൾ. കുനിഞ്ഞ് മുറ്റടിച്ചാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ 14 വയസ്സുള്ള പെങ്കൊച്ചു മുറ്റടിച്ചുകൊണ്ടിരിക്കുക. അമ്മ അടുക്കളയിൽ, അപ്പൻ പത്രം വായിക്കുന്നു, സഹോദരൻ പഠിക്കുന്നു, അങ്ങനെയൊക്കെ ഇരിക്കുക. അപ്പോഴാണ് മുറ്റത്തുനിന്ന് ഭയങ്കര കരച്ചില്. ഓടിച്ചെന്ന് അമ്മ, എന്തിയടി? കൊച്ചിയിരുന്ന് കരയുക. അമ്മയും കരയുന്നു. അമ്മയുടെ ഇതേ മനുഷ്യ കണ്ടില്ലേ മോളിരുന്ന് കരയണേ. അപ്പനും വന്ന്, എന്തിയടി? കൊച്ചു കാര്യം പറയില്ല. അപ്പനും കരച്ചില്.
പിന്നെ ആങ്ങളെ വന്നു. ആങ്ങളും എന്തിയടി? അവള് പറയുന്നില്ല. എല്ലാവരും കൂടെ കൂട്ടക്കരച്ചില്. അവസാനം അയൽവക്കക്കാർ ഓടിയെത്തി. എന്തിയെന്ന് ചോദിച്ചു. ഈ 14 വയസ്സുള്ള പെങ്കൊച്ച് പറയാ, അങ്ങോട്ട് നോക്കിയേ. എന്താ മോളെ? നിങ്ങൾ നോക്കാൻ കാണുന്നത് എന്താ? അത് കിണറ് കെട്ടിച്ചിട്ടുണ്ടോ? ഇല്ല. അതിനിപ്പോ എന്താ കുഴപ്പം? നീ എന്തിനാ അതിന് കരയണേ? അതിനെന്താ കരയണെന്നോ? എനിക്കിപ്പോ എത്ര വയസ്സായി? 14. എനിക്ക് 18 വയസ്സാകില്ലേ? ഉവ്വ. പ്രായപൂർത്തിയാകില്ലേ? ഉവ്വ. എനിക്ക് കല്യാണം ആലോചിക്കില്ലേ? ഉവ്വ. എന്റെ കല്യാണം കഴിയില്ലേ? ഉവ്വ. ഞാൻ ഗർഭിണിയാകില്ലേ? ദൈവം അനുവദിച്ച നീ ഗർഭിണിയാകും. ഞാൻ പ്രസവിക്കില്ലേ? ഉവ്വ. എന്റെ കൊച്ചി മുറ്റത്ത് ഓടി നടക്കില്ലേ? ഉവ്വ. എന്റെ കൊച്ചകാലം കിണറ്റി വീണാലോ? എത്ര വയസ്സുള്ള പെൺകുട്ടിയാ? 14. അവൾക്ക് 18 ആകും. കല്യാണം ആലോചിക്കും. അവള് ഗർഭിണിയാകും. അവള് പ്രസവിക്കും. അവളുടെ കൊച്ചു ഓടി നടക്കും. കൊച്ചു കിണറ്റി വീഴും. എന്റെ കൊച്ചു ചത്തുപോയില്ലെന്ന്. ആ കൊച്ചു മുറ്റടിക്കാനുള്ള നന്മ പോലെ അന്ന് ചെയ്യുന്നുണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഈ നാളെ എന്താകുന്ന ഇരിക്കും ഒരെണ്ണം ഭാവിയിലെ വരണേ സ്വപ്നം കണ്ടുകൊണ്ട് അതെന്തായിരിക്കും എന്നുള്ളത്. ശരി, അതൊരു ടെൻഷനാണല്ലേ. ഇവറ്റകളുടെ ഭയങ്കര ടെൻഷനാ. കിട്ടാൻ പോണ ചെറുക്കൻ ഏത് ടൈപ്പാകുമെന്ന്. ഒടുക്കത്തെ കുടിയനാകോ ഒടുക്കത്തെ വലിയനാകുമെന്ന്. പിന്നെ നമുക്കതിലും വലിയ ടെൻഷൻ കിട്ടുന്ന സാധനം ഏത് ടൈപ്പാകും എന്നുള്ളത്. പക്ഷെ ഞാൻ പലപ്പോഴും തമ്പുരാന് നന്ദി പറയുന്ന ഒരു മേഖല ഏതെന്നറിയും. ഇങ്ങനത്തെ ഒരു ടെൻഷൻ എനിക്കില്ല. വരാനിരിക്കുന്ന എന്റെ ഭാര്യ ഏത് ടൈപ്പാന്ന് ടെൻഷൻ ഇല്ല. കാരണം ഞാൻ അച്ഛനായി കഴിഞ്ഞു. അതുകൊണ്ട് വേണമെങ്കിൽ അച്ഛനായിക്കോ, ഈ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. വേണമെങ്കിൽ കന്യാസ്ത്രീ ആയിക്കോ, ഈ ടെൻഷൻ ഉണ്ടാവില്ല. സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റും. അതുള്ള കാര്യ അല്ലെ കന്യാസ്ത്രീമാരെ? അതേന്ന് കണ്ടോ? ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയിട്ട്. പ്രൈസ് ദി ലോർഡ്. സത്യം പറഞ്ഞാൽ ഈ ജീവിതത്തിൽ ടെൻഷൻ ഇല്ല കേട്ടോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, നാളെക്കുറിച്ച് ആകുലക്കണ്ട. നാളെ എന്താകും, നാളെ എന്താകും, നാളെ എന്താകാനാ? സംഭവിക്കാനുള്ളത് സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ആകുലപ്പെടുന്നതിലൂടെ നാളെ സംഭവിക്കാൻ പോണ കാര്യം ഇല്ലാതെ ആകുമൊന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ യേശു ചോദിച്ചത് മത്തായി 6:27. ഉത്കണ്ഠ മൂലം ആയുസ്സിന്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളെ ആർക്കെങ്കിലും സാധിക്കോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.